എന്തമ്മേ നിൻ മകളെ നോക്കുവാൻ മടിക്കുന്നു, എന്താണീ സാധു ചെയ്ത തെറ്റൊന്നു ചൊൽകതായേ. സ്വർലോകതുല്യമാം ശ്രീ ചോറ്റാനിക്കരയെത്തി കല്യാണമൂർത്തിയായി തുല്ലസിച്ചിടുമമ്മേ. എന്തമ്മേ നിൻ മകളെ നോക്കുവാൻ മടിക്കുന്നു, എന്താണീ സാധു ചെയ്ത തെറ്റൊന്നു ചൊൽകതായേ. ഓം മഹാശിവസ്വരൂപ യോഗീശ്വരായ നമഃ. എല്ലാവർക്കും നമസ്കാരം. എന്താണ് ഞാൻ നാമം ചൊല്ലിയെന്നാണോ? ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, ഇന്നലെ ഞാൻ തൃക്കാർത്തിക ദിവസം പൗർണമിയായി ഇന്നലെ ചോറ്റാനിക്കര അമ്പലത്തിൽ പോയിരുന്നു. അമ്മയുടെ ഒരു ഫോട്ടോയും ശ്രീചക്രവും ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ശ്രീചക്രം ഞാനിന്ന് പ്രതിഷ്ഠിച്ചു. അപ്പോൾ ചോറ്റാനിക്കര അമ്മയുടെ അവിടെ നിന്നാണ് ഞാൻ ശ്രീചക്രം കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഞാൻ അമ്മയുടെ ഒരു നാമം ഫസ്റ്റ് പാടിയത് കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്നും ദേവിയുടെ പ്രധാന ദിവസങ്ങളിൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇന്ന് പ്രതിഷ്ഠിച്ചു. ഗംഗാജലത്തിൽ ഞാൻ സ്നാനം ചെയ്യിപ്പിച്ച് അമ്മയുടെ മൂർത്തിയും അമ്മയുടെ ഫോട്ടോയും പിന്നെ ഞാൻ പൂജാ റൂമിൽ വച്ചിരിക്കുന്ന എല്ലാ ഉപദേവതകളുടെയും ഫോട്ടോസും മൂർത്തികളെല്ലാം ഗംഗാജലം ഉപയോഗിച്ച് കഴുകി തുടച്ച് വൃത്തിയാക്കി പൂവർപ്പിച്ച് ധൂപം കത്തിച്ച് വിളക്ക് കൊളുത്തി ശ്രീലളിതാ സഹസ്രനാമ സ്തോത്രം ചൊല്ലി ഞാനിന്ന് പ്രതിഷ്ഠിച്ചു. ശ്രീചക്രം എന്തിനാണ് വീട്ടിൽ വയ്ക്കുന്നതെന്ന് കുറച്ച് പേർ ചോദിച്ചിരുന്നു. ശ്രീചക്രം നമ്മൾ വീട്ടിൽ വയ്ക്കുന്നത് സർവ്വ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ്. സമ്പൽ സമൃദ്ധി, ഐശ്വര്യം, പിന്നെ ശാന്തത, നമ്മുടെ മനസ്സിനും നമ്മുടെ കുടുംബാന്തരീക്ഷവും എല്ലാം മൈൻഡ് പീസാക്കാനും എല്ലാത്തിനും കൂടി വേണ്ടിയിട്ടാണ്, സർവ്വ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് നമ്മൾ ശ്രീചക്രം വീട്ടിൽ വയ്ക്കുന്നത്. അതിലധികം ചിട്ടവട്ടങ്ങളൊന്നുമില്ല. എല്ലാ ദിവസവും കുളിച്ച് ഒരു പൂ അർപ്പിച്ച് ഒരു വിളക്ക് കൊളുത്തി ഒരു ധൂപം മാത്രം കത്തിച്ചാൽ മതി. ശ്രീചക്രത്തിന് വേറെ നിബന്ധനകളൊന്നുമില്ല. അപ്പോൾ ഇത് പ്രതിഷ്ഠിക്കുന്ന വീഡിയോ ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഹരി ഓം തത്സത്.